13 മുതൽ 19 വരെ ടീം വരെ ഉള്ള, സത്യത്തിൽ 18 17 വരെ ഉള്ളൂ ടീന്, പക്ഷെ എന്നാൽ പോലും എല്ലാ ടീനും വരുന്നുണ്ട്. അപ്പോൾ ആ ഏജിൽ ശരിക്കും ഓരോ പാരൻസിനും ആ കുട്ടികൾക്ക്, ആൺകുട്ടി പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബോണ്ടിങ് വേണ്ടത് ഉപ്പമായിട്ടാണ്. അപ്പയായിട്ടാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ വലിയൊരു മാറ്റം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം പലർക്കും പല രക്ഷിതാക്കൾക്കും ഞാൻ എപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് നോക്കി ഇപ്പോഴും ഉമ്മ തന്നെയെന്ന് പറയാറ്. ഉമ്മ നല്ല തന്നെയാണ്, ഉമ്മാനോട് അടുപ്പമൊക്കെ വേണം, അത് തന്നെയാണ് ആദ്യം പ്രിഫറൻസ്. ഉമ്മയോട് കുറെ കൂടി ഈസിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. പക്ഷേ ഞാൻ പറയാം, വാപ്പാമാരുടെ ഇടപെടലാണ് ആ കുട്ടികൾക്ക് ഒരു കൃത്യമായ ഗൈഡ്ലൈൻസ് കൊടുക്കുകയുള്ളൂ. കാരണം ഈ പ്രായത്തിൽ പൊതുവേ സുഹൃത്തുക്കൾ സ്വാധീനിക്കുന്ന ഒരു പ്രായമാണ്. അതെ, സുഹൃത്തുക്കളെക്കാൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രായമാണ് ഈ പ്രായത്തിൽ. ശരിക്കും വാപ്പ ഒരു റോൾ മോഡൽ ആവേണ്ട ഒരു പ്രായമാണ്, വാപ്പ ഒരു ഫ്രണ്ട് ആവേണ്ട ഒരു പ്രായമാണ്. പല വാപ്പമാർക്ക് അത് പറ്റാറില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, വാപ്പമാർ നല്ലൊരു മോറൽ സൈഡ് തരുന്നവരുണ്ട്. എൻ്റെ വാപ്പയെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കുട്ടികളോട് പറയുന്നു. എൻ്റെ വാപ്പ വളരെ സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു, സിമ്പിളായിരുന്നു. മക്കൾ എന്ന നിലക്ക് നമ്മളൊന്നും എൻ്റെ അറിവിൽ എന്നെ അതായത് എനിക്കൊരു പ്രയാസമാവുന്ന രീതിയിൽ എന്നെ ഉപദേശിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് പ്രയാസമാവുന്ന രീതിയിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, എന്നെ തല്ലിയിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക വാപ്പയാണ്. അത് മാത്രം വാപ്പ എന്നെ മാത്രമല്ല, വാപ്പ ഒരു നിഷ്കളങ്കനും ഒരു എന്താ പറയുക എല്ലാവരോടും സാധുവായിട്ടൊരു മനുഷ്യനായിരുന്നു. ആരോടൊരു ദേഷ്യമില്ല വാപ്പാക്ക്, ആരോടൊരു പ്രയാസമില്ല. അങ്ങനത്തെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊരിക്കലും വാപ്പയായിട്ട് പിന്നെ എനിക്കൊരിക്കൽ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി വാപ്പാക്ക് ടൗണിൽ ചെറിയൊരു കടയാണ്, പെട്ടിക്കട പോലത്തെ ഒരു കടയാണ്. അപ്പോൾ അവിടെ സർബത്ത്, സ്റ്റാമ്പ്, മിഠായി, അങ്ങനെ ചെറിയ കട, ജീവിച്ചു പോകാനുള്ള വകയുണ്ടാകും. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങാൻ ഒരിക്കൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞ കടയിലേക്ക്, ഉപ്പിച്ചിയുടെ കടയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പിച്ചിയുടെ കടയിലേക്ക് ചെന്നു. അങ്ങനെ കട പൂട്ടി ഞാൻ ഉപ്പിച്ചി ഇങ്ങനെ പോയി എനിക്ക് ചെരുപ്പ് മേടിച്ചു തന്നു. എന്നിട്ട് ഉപ്പിച്ചി പറഞ്ഞാൽ നമുക്ക് ഒരു സർബത്തിൻ്റെ ഗ്ലാസ് ഒന്ന് മേടിക്കണം, ഒരു വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ എന്നെ കൊണ്ടുപോയി. അതായത് വാപ്പ എല്ലാ 6 മാസം കൂടുമ്പോൾ വാപ്പ കൊടുക്കുന്ന സർബത്ത് കൊടുക്കുന്ന ഗ്ലാസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ കയറി വാപ്പ ഒരു നല്ലൊരു ഗ്ലാസ്, ഇച്ചിരി വലിപ്പമുള്ള ഗ്ലാസ്. അപ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വെച്ച് ഈ ഗ്ലാസ് എടുക്കല്ലേ മോനെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ആ ഒപ്പിച്ച് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിഞ്ചു മനസ്സാണല്ലോ, ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലുള്ള മനസ്സാണ്, ആ പ്രായമാണ്. അപ്പോൾ ഞാൻ ഒപ്പിച്ചെടുത്ത് ചവിട്ടി പോയി, അല്ല ഒപ്പിച്ച് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഈ ഗ്ലാസ് വെച്ച് വലുതല്ലേ, അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സർബത്ത് കൊടുക്കേണ്ടി വരില്ല, നമുക്ക് നഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിലെന്തോ അബദ്ധമുണ്ടാവും. അപ്പോൾ ചിരിച്ച്, അല്ല ചീത്ത തല്ലേന്നല്ല പറഞ്ഞത്, വഴക്കല്ല പറഞ്ഞത്, ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിലെന്തോ അബദ്ധമുണ്ടെന്ന്. ഒരു ചിരി ഉണ്ടാക്കിയൊരു മെസ്സേജാണേ. അതിനിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വാപ്പ വേറെ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് നല്ലതാണ് എന്ന്, ഇത് എടുക്കുക, സെമി ഇത് എടുക്കില്ലെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് അഭിപ്രായം ചോദിക്കുകയാണ്, ആ ഒപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞു. എടുത്തു. അപ്പോൾ എന്നെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു രീതിയാണ് പറഞ്ഞത്. അങ്ങനെ പോണ വയ്ക്ക് ഒപ്പിച്ച് ഇങ്ങനെ പോണ വയ്ക്ക് എൻ്റെ കൈ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഒപ്പിച്ച് എന്നോട് പറഞ്ഞേ, നമ്മുടെ കടയിലെ ആളുകൾ വെള്ളം കുടിക്കാൻ വരുന്നത്, സർബത്ത് മേടിച്ച് കുടിക്കാൻ വരുന്നത് സാധാരണക്കാരാണ്. അതായത് വെയിലത്ത് വലിഞ്ഞ് ബുദ്ധിമുട്ടി ദാഹിച്ചിട്ട് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരിച്ചിരി വെള്ളം അധികം കൊടുത്തെന്ന് വെച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം, അത് കുടിച്ചതിന് ശേഷം അവർ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയും ആയിക്ക ഗ്ലാസ് മാറ്റിയില്ല, വലിയ ഗ്ലാസ്സാക്കിയല്ലേ എന്ന് പറയും. ഇതുണ്ടല്ലോ നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ അപ്പം അതാണ് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന. ആ ഒരു മെസ്സേജ് സെമീക്കിൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ക്വാളിറ്റി ചേഞ്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയത്തെ വാല്യൂ ആഡഡ് ആക്കുക, ഒരു വിഷയത്തെ എങ്ങനെ പാരൻസ് മക്കളിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്.